9th Standard Maths, page 80. First question. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇത് എത്രയാണ്? 40 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെയാണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ 40യുടെ അടുത്തേക്ക് 2 എന്ന് വരും, ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ കിട്ടി. ഇനി ഏരിയ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണെന്നുണ്ട്? ഏരിയ 70 എന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 70 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ. ഓരോ സൈഡും അല്ലേ? ലെങ്ത്തും 3 സെന്റിമീറ്റർ ഷോർട്ടറാണ്, ബ്രെഡ്ത്തും 3 സെന്റിമീറ്റർ ഷോർട്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? ലെങ്ത് ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? L-3 അല്ലേ? ഇനി ബ്രെഡ്ത്ത് ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? B-3 അല്ലേ? ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ്? L-3 × B-3. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? L-3 × B-3 എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? L കൊണ്ട് ബിനെയും 3യെ മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് ബിനെയും 3നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L × B LB മൈനസ് L × 3 മൈനസ് 3 × B പ്ലസ് 3 × 3 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ വരും? LB മൈനസ് 3L മൈനസ് 3B പ്ലസ് 9 എന്ന് വരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? LB മൈനസ് ഇതിൽ 3 കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതിനെ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 3 × L പ്ലസ് B എന്ന് വരും അല്ലേ? നോക്കിയേ, മൈനസ് 3 × L മൈനസ് 3L മൈനസ് 3 × B മൈനസ് 3B അല്ലേ? പ്ലസ് 9 എന്ന് കിട്ടി. ഇനി ഇതിൽ LB നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഏരിയ L × B അല്ലേ? L × B ആണ് LB അല്ലേ? അപ്പോൾ LB 70 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ LBക്ക് പകരം 70 എന്നിട്ട് കൊടുക്കാം. മൈനസ് 3 × L പ്ലസ് B. L പ്ലസ് B എത്രയാണ്? 20 ആണ് അല്ലേ? അപ്പോൾ L പ്ലസ് ബിക്ക് പകരം ഇവിടെ 20 ഇട്ട് കൊടുത്തു, പ്ലസ് 9 ഈക്വൽ ടു 70 മൈനസ് 3 × 20 എത്രയാ? 60 പ്ലസ് 9 എന്ന് കിട്ടി. ഈക്വൽ ടു 70 മൈനസ് 60 10 പ്ലസ് 9 19 cm സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഈച്ച് സൈഡ് ഷോർട്ടർ ബൈ 3 cm എന്ന് പറയുന്നത് എത്രയാണ്? 19 cm സ്ക്വയർ അല്ലേ? 19 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. Second question. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? അതായത് സൈഡുകൾ ഓരോ മീറ്റർ കുറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ? 741ഉം സൈഡുകൾ ഓരോ മീറ്റർ കൂട്ടിയാലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 861 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് കൂടോ കുറയോ ചെയ്യാതെ ഇരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ അതാണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈയും ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് XY അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അത് തന്നിരിക്കുന്നത് എന്താണ്? സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ അല്ലേ? 1 മീറ്റർ കുറയുമ്പോഴുള്ള ഏരിയ 741 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ സൈഡും ഓരോ സെന്റിമീറ്റർ ഓരോ മീറ്റർ കുറയാന്ന് പറയുമ്പോൾ എക്സ് ആണെങ്കിൽ എക്സിൽ നിന്നും 1 മീറ്റർ കുറയുമ്പോൾ അല്ലേ? വൈ ആണെങ്കിൽ വൈയിൽ നിന്നും 1 മീറ്റർ കുറയുമ്പോൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇതാണ് നമുക്ക് ആദ്യം 741 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് കൊണ്ട് വൈനെയും എക്സ് കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് വൈനെയും 1 കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ വരും? എക്സ് × വൈ XY മൈനസ് എക്സ് × 1 X മൈനസ് 1 × വൈ മൈനസ് വൈ പ്ലസ് 1 × 1 1 എന്ന് കിട്ടി. ഈക്വൽ ടു 741 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ 1നെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ എങ്ങനെ വരും? XY മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 741 മൈനസ് 1 അല്ലേ?
അപ്പോൾ എന്ത് വരും എക്സ് വൈ മൈനസ് വൈ ഈക്വൽ ടു 741 മൈനസ് 1 എന്ന് പറയുമ്പോൾ 740 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, ഓരോ മീറ്റർ കൂടുകയാണെങ്കിൽ എത്രയാണ് ഏരിയ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് എക്സിന്റെ കൂടെ 1 മീറ്ററും വൈയുടെ കൂടെ 1 മീറ്ററും കൂടുകയാണെങ്കിൽ, if the sides are increased by 1 meter അല്ലേ, ഏരിയ ഈക്വൽ ടു 861 എന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 അല്ലേ, ഇതാണ് 861 എന്ന് തന്നിരിക്കുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ എക്സിനെ വൈ കൊണ്ടും 1 കൊണ്ടും 1നെ വൈ കൊണ്ടും 1 കൊണ്ടും അല്ലേ. അപ്പോൾ എങ്ങനെ വരും, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 861. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 861 മൈനസ് 1 എന്ന് തോന്നുന്നു അല്ലേ. ഈ 1 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 1 എന്ന്. അപ്പോൾ എന്ത് കിട്ടും, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഒരുമിച്ച് എഴുതാം. നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ഇക്വേഷൻസും എഴുതി അല്ലേ. എക്സ് വൈ പ്ലസ് വൈ 860, ദെൻ എക്സ് വൈ മൈനസ് വൈ 740, ഇക്വേഷൻ നമ്പർ 1. ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 1 അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താവും, ഇത് ക്യാൻസൽ ആയി പോയിക്കോളും അല്ലേ, ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ 2xy എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾസ് ആഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്താണ് കിട്ടുക, 0 എന്നാണ് കിട്ടുക. ഈക്വൽ ടു, ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1600 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2xy ഈക്വൽ ടു 1600 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ xy ഈക്വൽ ടു എന്ത് വരും, 1600. 2 എങ്ങനെ വരും, ബൈ 2 അല്ലേ, ഈക്വൽ ടു 800 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ xy ഈക്വൽ ടു 800 എന്ന് കിട്ടി. ഇനി അപ്പോൾ therefore ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ xy ഈക്വൽ ടു എത്ര കിട്ടി, 800 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, പെരിമീറ്റർ അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുൻപ് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ നമ്പർ 2 and 1 എടുത്ത് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എന്ത് ചെയ്തത്, ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ 2xy എന്ന് കിട്ടിയത് ക്യാൻസൽ ആയി പോയി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇത് ക്യാൻസൽ ആയി പോകും അല്ലേ. അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ xyയിൽ നിന്ന് xy കുറയ്ക്കുമ്പോൾ അവിടെ 0 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, എക്സ് ഇത് ഡിഫറെൻറ്റ് സിമ്പിൾസ് കുറയ്ക്കാൻ തരുമ്പോൾ അല്ലേ, ഡിഫറെൻറ്റ് സിമ്പിൾസ് കുറയ്ക്കാൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടി, പ്ലസ് 2x എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ് അല്ലേ, കുറയ്ക്കാൻ തരുമ്പോൾ കൂട്ടണം. അപ്പോൾ പ്ലസ് 2y ഈക്വൽ ടു, ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 860ൽ നിന്ന് 740 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 120 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 2y ഈക്വൽ ടു 120 എന്ന് കിട്ടി അല്ലേ. ഇതിലെ 2 കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ 2 കോമൺ ആയിട്ടുള്ളതിന് എടുക്കുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി, 120 എന്ന് കിട്ടി. അപ്പോൾ ഇതന്നെയല്ലേ നമ്മുടെ കാണുന്നത്, എന്താണ്, പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. therefore പെരിമീറ്റർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 120 cm. ഓക്കെ, സെൻറ്റിമീറ്റർ അല്ലല്ലോ, മീറ്റർ അല്ലേ, 120 മീറ്റർ എന്ന് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് അല്ലേ. ലെങ്ത് ഓഫ് ദ സൈഡ്സ് എക്സ് വൈ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെരിമീറ്റർ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 120 മീറ്ററും ഏരിയ xy 800 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 120 ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താവും, ഈ 2 120യുടെ അടുത്തേക്ക് ബൈ 2 എന്ന് പോകും അല്ലേ. ഈക്വൽ ടു 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 60 മീറ്റർ എന്ന് കിട്ടി.
അതായത് എക്സ് വൈ ഈക്വൽ ടു 800ഉം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 മീറ്റർ എന്നും കിട്ടി. ഇനി ഈ രണ്ട് എക്സ് വൈയും എക്സ് പ്ലസ് വൈയും അല്ലേ, ഇത് രണ്ടും വരുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ, ഏതാണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy അല്ലേ. ഇനി അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എത്രയാണ്? 60 ആണ് അല്ലേ. അപ്പോൾ 60 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത് എത്ര? 800 ആണ്. അപ്പോൾ 800 ഈക്വൽ ടു എത്ര കിട്ടും? 60 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3600 അല്ലേ, മൈനസ് 4 ഇൻറ്റു 800 3200 എന്ന് കിട്ടി. ഈക്വൽ ടു ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടി. ഇതെന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ നിന്നും എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ സ്ക്വയർ എങ്ങനെയാണ് പോവുക? ഇവിടെ റൂട്ട് വരും. റൂട്ട് 400 ദാറ്റ് ഈസ് 20 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ 20 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈയും ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ദെൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. ഈ എക്സ് പ്ലസ് വൈക്ക് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇവിടെ എക്സ് മൈനസ് വൈ അല്ലേ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ഇക്വേഷൻ നമ്പർ 3, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഇക്വേഷൻ നമ്പർ 4 അല്ലേ. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4. ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യുക? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ, രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾസ് കൂട്ടാൻ തരുമ്പോൾ നമ്മൾ കുറയ്ക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും? 0 വരും. ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 2x ഈക്വൽ ടു 80. അപ്പോൾ എക്സ് ഈക്വൽ ടു 80, 2 എന്താവും? ബൈ 2 ഈക്വൽ ടു 40 എന്ന് കിട്ടി അല്ലേ. എക്സ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. അപ്പോൾ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതി വയ്ക്കുക. എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ഇക്വേഷൻ നമ്പർ 3 എഴുതി. ഇതിലേക്ക് നമുക്ക് എക്സിൻ്റെ വാല്യൂ 40 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 40 പ്ലസ് വൈ ഈക്വൽ ടു 60 അല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു 60, 40 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 40 ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഇപ്പം നമുക്കിവിടെ എക്സും വൈയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? therefore sides are 40 meter and 20 meter.